പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് പഞ്ചതന്ത്ര മൂവിയിലെ ആ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. നമ്മളോട് സജഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സോങ് മിസ്സാക്കരുത് എന്നുള്ളത്. 3 പേരാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്. പാട്ട് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയോ മനസ്സിലായതാണ്. നമ്മളെ കമൽ സാർ, സുജാത മോഹൻ, അതുപോലെ തന്നെ നിത്യശ്രീ മഹാദേവനും കൂടിയാണ്. നമുക്കറിയാം ദേവ സാറിന്റെ മ്യൂസിക് ആണ്, അതുപോലെ വൈരമുത്ത് ലിറിക്സ്. നമുക്ക് നല്ല നേരെ സമയം ഇവന് ഇവിടെ കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ ശരിക്കും. 3 പേര് പാടിയേക്കെന്ന് പറയുമ്പോഴാണ് എനിക്കിത് കേൾക്കുമ്പോ മറ്റേ ഓർമ്മ വരുന്നത് ബിഗ് ബോസിലെ ഡയലോഗ് ഇല്ലേ, ഓടവും മുടിയാത് ഒളിക്കവും മുടിയാത്. കമൽ സാറിന്റെ പറഞ്ഞ ലിറിക്സ് ഉണ്ടാവാറില്ല. ഇവിടെ മറ്റേത് മെലഡിയസ് എൻജോയ് ചെയ്ത് പാട്ട്. അതിന്റെ ഇടയിലെ സീൻ ഉണ്ട് കേട്ടോ. ஐயோ எங்களுக்கும் சொல்ல தெரியுமா? போதும் நான் பட்ட பாடு வேங்கை ஒரு பக்கம் சிங்கம் மறுபக்கம் நடுவில் நான் தாண்டி ஆடு. அட என் ஜீவன் போனாலும் உன் கற்பை நான் காப்பேன் சிறு கொஞ்சம் ஸ்ரீராமா. வந்தேன் வந்தேன் மீண்டும் நானே வந்தேன். எனது கனவு கனவை எடுத்துச் செல்ல வந்தேன். வந்தேன் வந்தேன் மீண்டும் நானே ஆனேண்டி முட்டித்தான் பார்க்கலாம் அறியா. நான் இருக்கிறேன்ல. സോങ് മാത്രല്ല ഡാൻസ് ചെയ്താല് எனக்கு நீ சரி சமானமா தட்டி கிளம்பும் தட்டா
ഭജൻ അത് മാഗി പാട്ടാണ് വந்தேன் வந்தேன் ഭജനം പോലെ நானே வந்தேன் ரெடியா வாயாடி எனக்கு சமமாடி come on അടുത്തൊരു റോസ് ചേച്ചി എന്തോ പണിയെടുക്കാൻ പോകുന്നുണ്ട്. അവർക്ക് മറ്റേ ഇവിടെ ദേഷ്യം. ആ வந்தேன் வந்தேன் மீண்டும் நானே வந்தேன் ரொம்பதான் பயப்படாத நீங்களும் வேண்டாம் കോംപ്ലിക്കേഷൻ ആയല്ലേ പിന്നെ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം. അതായത് എന്താ പറയാ, വേറെ വേറെ പല 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 സംഭവങ്ങൾ എന്നത് ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതായത് ആ പാട്ട് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം, എല്ലാം കൂടി ഉള്ള ഒരു സംഭവം. പക്ഷെ രസമായിരുന്നു, കാരണം അവർ രണ്ടുപേരുടെ ആ ഒരു ഡാൻസും സംഭവങ്ങളും വരുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ പാട്ടിലും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, ആ സ്ക്രീനിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. രണ്ട് മോഡ് തമ്മിൽ അവരവിടെ കമ്പൈൻ ചെയ്യാൻ നോക്കി. അതിനേക്കാളും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് കമൽ സാറിന്റെ വോയിസും കൂടി അവിടെ വന്നത് ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഭയങ്കര ഒരു നമ്മൾ പറയില്ല ആ ഒരു എക്സ്പ്രഷനോട് കൂടിയിട്ടുള്ള ഒരു സോങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞ ആ ഡയലോഗ് ഇല്ല, അതായത് നമ്മൾ പറയില്ലേ ബിഗ് ബോസിൽ, നമ്മളെ ബിഗ് ബോസിന്റെ സീസണിലൊക്കെ പറയും, നമ്മളെ കമൽ സാറിന്റെ ഡയലോഗാണ് ഓടവും പൊടിയാതെ ഒളിക്കവും പൊടി. കാരണം എല്ലാ ഭാഗത്തും ക്യാമറ ആയിരിക്കില്ലേ, അങ്ങനെയല്ല ആ ഡയലോഗ് പറയാം. അപ്പൊ അതുപോലെ ഏകദേശം അവിടെ കമൽ സാർ ഓടാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല ഒരവസ്ഥ. പക്ഷെ ഇപ്പൊ ഭയങ്കര എന്താ പറയാ, അവരുടെ ഇടയിൽ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ആയി എന്നുള്ളപ്പോഴാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. ഇനി എന്താ നമുക്ക് സീൻ നോക്കാം, അടുത്ത സീനിൽ പോവാം, അടുത്ത സീനിൽ പോവാം.